السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തം നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇതര ആളുകളിൽ നിന്ന് പലർക്കും പല വിധത്തിലുള്ള ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നൽകാറുണ്ട്. നമ്മിൽ പലരുടെയും ജീവിതം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ചിലർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങള് മറ്റു പലർക്കും ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ പല നിലക്കും സൗഭാഗ്യങ്ങള് ലഭിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ചവർ ആര് എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് പറയാനുള്ള മറുപടി മഹാന്മാരായ സ്വഹാബത്ത് ആണ് എന്നതാണ്. നമുക്കറിയാം, അവർക്ക് ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അത്രയൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. സുന്ദരമായ വീടുകൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നും അന്ന് അവർക്കുണ്ടായിരുന്നില്ല. എന്നാലും ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ സ്വഹാബത്താണ് എന്നതാണ് സത്യം. എന്താണ് ലോകത്ത് ഇനി ഒരാൾക്കും ലഭിക്കാത്ത, അവർക്ക് മാത്രം ലഭിച്ച ആ സൗഭാഗ്യം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും ആ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇബാദത്തുകൾ പലതും നിർവഹിക്കാനും ആ പ്രവാചകനെ കണ്ടുകൊണ്ട് പ്രവാചകന്റെ കൂടെ ഇരിക്കാനും യാത്ര ചെയ്യാനും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണിറയെ കാണാനുള്ള ആ ഒരു അവസരം ലഭിച്ചത് സ്വഹാബത്തിനാണ്. ഭൗതികമായ ലോകത്ത് ഇനി ഒരാൾക്കും അത് സാധ്യമല്ല എന്നതാണ് സത്യം. അഥവാ നേർക്കുനേരെ ആ പ്രവാചകനെ കണ്ടുമുട്ടി ആ പ്രവാചകനോട് സംസാരിച്ച് ആ പ്രവാചകന്റെ കൂടെ സമയം ചെലവഴിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഇനി ഒരാൾക്കും ഈ ലോകത്ത് ലഭിക്കാനില്ല. സഹോദരങ്ങളെ, ആ ഒരു ഭാഗ്യം ഇനി ലഭിക്കാനുള്ളത് പാരത്രികമായ ലോകത്താണ്. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ റസൂലുള്ളാനെ കാണാനും റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താനും എന്താണ് നാം സ്വീകരിക്കേണ്ട മാർഗം? ആ ഒരു മാർഗത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് അതിന് നാം സ്വീകരിക്കേണ്ട മാർഗം? ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മഹാനായ ദുൽഖുവൈസിറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു വരികയാണ്. ആ വ്യക്തി വന്നുകൊണ്ട്, ആ സ്വഹാബി വന്നുകൊണ്ട്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മതസ്സാഅ, അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തിന്റെ അന്ത്യം എപ്പോഴാണ് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുക, എപ്പോഴാണ് ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്? അതിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാതെ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ഇൽമ് റബ്ബിന് മാത്രമേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കുകള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിച്ചുകൊണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, മുഹമ്മദേ, കുറെ കാലമായല്ലോ ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്ന് താങ്കൾ പറയാൻ തുടങ്ങിയിട്ട്, എപ്പോഴാണത് സംഭവിക്കുക? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ പക്കലാണ്. അപ്പൊ അതാർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ദുൽഖുവൈസിറത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്നത്, വമാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് ഹിസാബിന്റെ ലോകമാണ്. പിന്നെ സ്വർഗ നരകങ്ങളിലേക്ക് ആളുകളെ വേർതിരിക്കലാണ്. പിന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ ഖിയാമത്ത് നാളിന് ശേഷം വരാനുള്ള അനന്തമായ ജീവിതത്തിനു വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോ ആ സ്വഹാബി വര്യൻ പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? ലാ ശൈആ, അല്ലാഹുവിന്റെ റസൂലേ, പ്രത്യേകിച്ച് യാതൊന്നുമില്ല. അങ്ങനെ ധാരാളമായി ചെയ്തത് എടുത്തു പറയാൻ ഒന്നുമില്ല. പക്ഷേ ഇല്ല അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എന്നാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കെന്റെ റബ്ബിനെയും എന്റെ പ്രവാചകനെയും ഇഷ്ടമാണ്. ഞാൻ എന്റെ റബ്ബിനെയും എന്റെ പ്രവാചകനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നീ ഒരുക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോ ഈ സ്വഹാബി നൽകുന്ന മറുപടി, ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഫഖാൽ അൻത മഅ മൻ അഹ്ബബ്ത, എന്നാൽ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പാരത്രികമായ ലോകത്ത് കാണാനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാനും ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ഇനി നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള നേട്ടമെന്ന് പറയുന്നത് അതാണ്. ഈ ഭൗതികമായ ലോകത്ത് കുറെ ഉണ്ടാക്കുക എന്നതല്ല. ഭൗതികമായ ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല. മറിച്ച് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വർഗം നേടലാണ്. ആ സ്വർഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വസിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ റസൂലുള്ളാഹിനെ കാണാനും ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാനും സാധിക്കുക എന്നതാണ് ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കാനുള്ള വലിയ നേട്ടമെന്ന് പറയുന്നത്. അത് നേടാനുള്ള മാർഗം
ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്നതാണ്, ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാം ഫറഹ്നാ ബിഖൗലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നക മഅ മൻ അഹ്ബബ്ത. ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം ഞങ്ങൾക്ക് ഇത്രയേറെ സന്തോഷമുള്ള ഒരു വാക്ക് വേറെ ഞങ്ങൾ കേട്ടിട്ടില്ല. അള്ളാന്റെ റസൂലിൽ നിന്ന് ഇത്രയേറെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന മറ്റൊരു വാക്കും ഞങ്ങൾ കേട്ടിട്ടില്ല. ഏത് വാക്കിനേക്കാൾ? ഇന്നക മഅ മൻ അഹ്ബബ്ത, തീർച്ചയായും നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെ കൂടെയാണ് നീ ഉണ്ടാവുക എന്ന് ദുൽഖുവൈസറത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കിനോളം. അപ്പോ ദുൽഖുവൈസറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, ആ ഇഷ്ടമാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹിന്റെ കൂടെയായിരിക്കും നീ സ്വർഗത്തിൽ എന്നാണ് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ലഭിക്കാത്ത ആ സൗഭാഗ്യം നമുക്ക് നാളെ ആഖിറത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹിനെ കാണാൻ കഴിയണം, റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം തന്റെ അനുയായികളെ അത്രയേറെ സ്നേഹിച്ച ഒരു നേതാവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ് എന്തിനേക്കാളും ആരെക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആരെക്കാളും കൂടുതൽ. അല്ലാത്ത ആളുകള് ഫാസിഖീങ്ങളാണ് എന്നാണ്, അല്ലാത്ത ആളുകള് ഹിദായത്ത് ലഭിക്കാത്തവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്തു തൗബ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയേ ജനങ്ങളോട് പറയണം, ഇൻ കാന ആബാഉകും വ അബ്നാഉകും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിൽ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വഅശീറതുകും, നിങ്ങളുടെ കുടുംബങ്ങളാണെങ്കിൽ, വഅംവാലും ഇഖ്തറബ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, മാന്യം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടമാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, വമസാകിനു തർളൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകളാണെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി
വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതത്തെക്കാളും നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ മാതാപിതാക്കളോടാണെങ്കിൽ, മക്കളോടാണെങ്കിൽ, ഇണകളോടാണെങ്കിൽ, കുടുംബങ്ങളോടാണെങ്കിൽ, സമ്പത്തിനോടാണെങ്കിൽ, ബിസിനസിനോടാണെങ്കിൽ, വീടിനോടാണെങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അല്ലാഹുവിന്റെ അദാബ് വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അല്ലാഹുവിന്റെ അദാബ് ഓരോ നാടുകളിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ അദാബ് പല വിധത്തിൽ പല നാടുകളിലേക്ക് ഇറങ്ങിയത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചരൽക്കല്ല് മഴയായി വർഷിച്ചു, ചുഴലിക്കാറ്റ് മുഖേന, പ്രളയം മുഖേന, ഭൂകമ്പങ്ങളിലൂടെ. എന്താ കാരണം? അല്ലാഹ് പറഞ്ഞില്ലേ, വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമാ. എത്രയോ തലമുറകളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. വകാനത് ളാലിമാ, അവര് അക്രമികളായത് കാരണത്താൽ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അദാബ് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടത് അക്രമമാണ്. അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിന്റെ മതത്തെക്കാൾ ഒരാള് ഭൗതികമായ ലോകത്തുള്ള വേറെ എന്തിനെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വേറെ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ദുൽമാണ്, അത് റബ്ബിന്റെ അദാബ് ലഭിക്കാൻ കാരണമാകുന്ന അക്രമമാണ്. മാത്രമല്ല അല്ലാഹ് പറയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങൾക്ക് അല്ലാഹ് ഹിദായത്ത് നൽകുകയില്ല. ആരാ ഫാസിഖീങ്ങള്? ഈ പറയപ്പെട്ട ആളുകൾ ഫാസിഖീങ്ങളാണ്. അവര് മുസ്ലിമീങ്ങളല്ല, മുഅ്മിനീങ്ങളല്ല. അവര് ഫാസിഖ് എന്ന് പറഞ്ഞാൽ നന്മകളിൽ നിന്ന് തെറിച്ചവൻ, ധിക്കാരികളായ, തമ്മാടികളായ ആളുകളാണ്. റബ്ബിനെ സ്നേഹിക്കാത്തവർ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവർ, റബ്ബിന്റെ മതത്തെ സ്നേഹിക്കാത്തവർ. അപ്പൊ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്നേഹിക്കേണ്ടതു തന്നെയാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്വാഭാവികമായും ഒരാളെ നാം സ്നേഹിക്കണമെങ്കിൽ അയാൾക്ക് നമ്മളോടും സ്നേഹമുണ്ടായിരിക്കണം. ലോകത്ത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട ആളുകളൊന്നുമല്ല. ഇവിടെ അല്ലാഹ് പറഞ്ഞില്ലേ, മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, ഇണകള്, കുടുംബങ്ങള്, ഇവരെക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ റബ്ബ്, നമ്മുടെ പ്രവാചകൻ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട ഒരു ഉമ്മ നഷ്ടപ്പെട്ടു പോയ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി നടക്കുന്ന കാഴ്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉമ്മക്ക് തന്റെ മുന്നിൽ കാണുന്ന പല കുഞ്ഞുങ്ങളെയും തന്റേതാണെന്ന് കരുതി ആ ഉമ്മ എടുക്കുന്നുണ്ട്. പക്ഷേ തന്റേതല്ല എന്നറിയുമ്പോൾ അവിടെ വെക്കുന്നു. പിന്നെയും ഓടി നടക്കുകയാണ്. തളർന്ന ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, ഇരുന്നിട്ട് ഇരുത്തം വരുന്നില്ല. ആ ഉമ്മ വീണ്ടും ഓടി നടക്കുകയാണ്. അവസാനം ആ ഉമ്മക്ക് തന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോ ആ ഉമ്മ ആ കുഞ്ഞിനെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കാണിക്കുമ്പോ ആ സ്നേഹം കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ആ ഉമ്മ ഒരു തീക്കുണ്ടാരം ഒരുക്കി ആ കുഞ്ഞിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ഇത്രയേറെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഉമ്മ അങ്ങനെ ചെയ്യോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ. അല്ലേ, 7 ആകാശ ലോകത്ത് പോയി അതേ രാത്രിയിൽ തിരിച്ച് നാട്ടിലെത്തി എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഒരു മടിയുമില്ല, ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ച സ്വഹാബത്ത. ആ സ്വഹാബത്ത് പറയാണ്, ഇല്ല പ്രവാചകരെ, ആ ഉമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് സ്വഹാബത്ത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാ, ആ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 10 മടങ്ങ് സ്നേഹം അതാ റബ്ബിന് നമ്മളോടുണ്ട് കേട്ടോ. അവൻ ഒരുക്കി വെച്ച നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് ഒരിക്കലും നമ്മെ വെറുതെ അങ്ങ് അവൻ എറിയുകയില്ല. ആ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ആ റബ്ബ് നമ്മിലേക്ക് പ്രവാചകന്മാരെ അയച്ചത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്. ഓരോ നാടുകളിലേക്കും അതാ കടന്നു വന്ന പ്രവാചകന്മാരിൽ ആ ജനത വിശ്വസിക്കാൻ മാത്രമുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പടച്ച റബ്ബ് കാണിച്ചു കൊടുത്തത് ആ സ്നേഹത്തിന്റെ ഭാഗമായി തന്നെയാ. ആ റബ്ബിനോടാണ്, ആ റബ്ബിനാണ് മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളും ഇണകളേക്കാളും ഒക്കെ നമ്മളോട് സ്നേഹം നമ്മുടെ റബ്ബിനുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഞാനും നിങ്ങളും റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്നേഹം നിലനിൽക്കെ തന്നെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ പ്രവാചകനുമാണ്. ആ റസൂലുള്ളാഹിനെയും നമ്മൾ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അതാ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പോലും അവിടുത്തെ സംസാരം മുറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അവസാന ശ്വാസവും നിലച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടുന്ന് വിളിച്ചത് ഉമ്മച്ചി, ഉമ്മച്ചി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ എന്നായിരുന്നു. ഒരിക്കലതാ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ടു പോയ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് പറഞ്ഞ ഒരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 14-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, എന്റെ റബ്ബേ, തീർച്ചയായും വിഗ്രഹങ്ങൾ മനുഷ്യരിൽ നിന്ന് വളരെ പേരെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ ആര് പിന്തുടരുന്നുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം, എന്നെ ആര് ധിക്കരിക്കുന്നുവോ അല്ലാഹുവേ, നീ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമല്ലേ. ഈ ആയത്ത് റസൂലുള്ള ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ തന്റെ ജനതയെ കുറിച്ചോർത്ത് സങ്കടത്തോടുകൂടി പറഞ്ഞ വാക്കാണിത്. അതിനുശേഷം ഈസാ നബി അലൈഹിസ്സലാമ തന്റെ ജനതയെ കുറിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞ ഒരായത്തുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 118-ാമത്തെ വചനമാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണ് റബ്ബേ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപിയും യുക്തിമാനും. ഈ ആയത്ത് ഓതുകയാണ്.
ഈസാ നബി അലൈഹി സ്വലാമ തന്റെ ജനതയെ കുറിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞ ഈ വാക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഫഅ യദൈഹി, തന്റെ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി, വഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താകും റബ്ബേ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താകും അല്ലാഹ്. വബകാ, അതും പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരയാണ്. എന്തിന്? ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് കരയാ. ഈ ഉമ്മത്താരാ? ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന, ലോകാന്ത്യം വരെ ജീവിക്കുന്ന, പ്രവാചകരിൽ വിശ്വസിക്കുന്ന, സർവമാന മനുഷ്യരും ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തിനെ കുറിച്ചോർത്ത് സങ്കടത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ പറയാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് എന്തിനാ കരയുന്നത്? ഒന്ന് പോയി ചോദിക്കുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അരികിലേക്ക് തന്നെ നീ പോകണം. ഫഖുൽ, എന്നിട്ട് പറയണം, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക, പ്രവാചകരെ താങ്കളുടെ സമുദായത്തിന്റെ കാര്യത്തില് താങ്കളെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ്. വലാ നസൂക, താങ്കളെ ഒരിക്കലും ഞാൻ പ്രയാസപ്പെടുത്തുകയില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് ഓപ്ഷനാണ് അല്ലാഹു കൊടുക്കുന്നത്. ഒന്ന്, ഈ ഉമ്മത്തിലെ പകുതി ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. രണ്ടാമത്തത്, ഈ ഉമ്മത്തിന് വേണ്ടി താങ്കൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ശഫാഅത്ത് നടത്താനുള്ള അനുവാദം നൽകാം. ഏതാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ആഖിറത്തില് ശഫാഅത്ത് നടത്താനുള്ള ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ശഫാഅത്ത് നടത്താനുള്ള പെർമിഷൻ വേണം അല്ലാഹ് എനിക്ക്. എന്തേ കാരണം? മറ്റത് പകുതി ആളുകളാണ് സ്വർഗത്തിൽ. ശഫാഅത്തിലൂടെ പകുതിയിലധികം ഒരാളെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലോ എന്ന കാരണത്താലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്തിനുള്ള തന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്ത് നടത്താനുള്ള ആ ഒരു അനുവാദം അല്ലാഹുവിൽ നിന്ന് വാങ്ങുന്നു. എന്നിട്ട് എന്താ റസൂലുള്ള ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. ചോദിച്ചത് കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാലി കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അത് പ്രാർത്ഥിച്ചു. അതിലൂടെ അവർക്ക് ഉത്തരം ലഭിച്ചു. വഇന്നീ ഇഖ്തബഅതു ദഅവതി ശഫാഅത്തുൻ ലിഉമ്മതി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന കയ്യിലുണ്ടായിട്ടും ആ റസൂല് പ്രിയപ്പെട്ടവരെ ഭൗതികമായ ലോകത്ത് വെച്ച് പ്രാർത്ഥിക്കാതെ
തന്റെ ഉമ്മത്തിന് നാളെ ശഫാഅത്ത് നടത്താൻ വേണ്ടി ആ പ്രാർത്ഥനയെ റസൂലുള്ള ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. റസൂലുള്ള മാറ്റിവെച്ചു നമുക്ക് വേണ്ടി ആ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏറെ സ്നേഹിച്ചതായി ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഞാൻ നിങ്ങളും ഇന്നിങ്ങനെ ഈ ദീന് കേൾക്കാൻ, ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടാനുള്ള രൂപത്തിലുള്ള ഈ ഹിദായത്ത് എന്ന തൗഫീഖ് നമുക്ക് ലഭിക്കാനുള്ള കാരണം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലേ? യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കല്ലേറുകളും പീഡനങ്ങളും പരിഹാസങ്ങളും ഏറെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ വെളിച്ചത്തിൽ എത്തിയ സന്ദേശങ്ങൾ മുഴുവനും നമുക്ക് പകർന്നു തന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം എന്തിനേക്കാളും ഏറെ സ്നേഹിക്കണം, ആരെക്കാളും ഏറെ സ്നേഹിക്കണം. അല്ലാത്തവൻ ഫാസിഖാണ്, അവൻ വിശ്വാസിയുമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാള് വിശ്വാസിയാവുകയില്ല, എത്രത്തോളം മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ. റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമായി പഠിപ്പിച്ചതാണ്. അത് നാം കൃത്യമായി നിർവഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നാളെ ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് എന്താണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. ഏത് കാര്യത്തിലും നമുക്ക് പകർത്താനുള്ള മാതൃക എന്ന് പറയുന്നത് സ്വഹാബത്താണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരും നസ്രാണികളും 71 72 സംഘങ്ങളായി ഭിന്നിച്ചു. എന്റെ ഉമ്മത്തി 73 സംഘങ്ങളായി ഭിന്നിക്കും. ആ 73 സംഘങ്ങളായി ഭിന്നിക്കുമ്പോ ഒരു വിഭാഗം മാത്രമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നത്. ബാക്കി 72 നരകത്തിലാണ്. 73 നമ്മൾ പിടിച്ചാലും 72 നരകത്തിലേക്ക് പോകും. ഒരെണ്ണം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. മുസ്ലിമായി എന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകണം. സ്വഹാബത്ത് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ആ ഒരു വിഭാഗം ആരാ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകളുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രമാണങ്ങള് അത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാ എന്നതിന് ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നയാളുകള്. സ്വഹാബത്തിനെ മാതൃകയാക്കുന്നവർ, റസൂലുള്ളാഹിയെ മാതൃകയാക്കുന്നവർ അവരാണ്. അതുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ വിഷയത്തിലും നമുക്ക് സ്വഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് പോകാം. കാരണം ആ സ്വഹാബത്തിനോളം റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഒരാളും ലോകത്തില്ല. ആ പ്രവാചകനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ സ്വഹാബത്തല്ലേ മുൻപന്തിയിലുള്ളത്.
മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയാണ്, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദാ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ജനങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് നബിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ വേറെ ഒരാളെയും ആരും സ്നേഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തിനോടും സ്നേഹിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്? രണ്ട് നിലക്കാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ അവർ സ്നേഹിച്ചു എന്നതാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തെ, സ്വന്തം ശരീരത്തെക്കാൾ റസൂലുള്ളാഹിന്റെ ശരീരത്തെ അവർ സ്നേഹിച്ചു. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് പിന്നെ സ്വഹാബത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോ, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീയെ നോക്കിയിട്ട് ഒരാള് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ സഹോദരനും യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ട്, സഹോദരൻ പോയിട്ടുണ്ട്, മകന് പോയിട്ടുണ്ട്, വാപ്പ പോയിട്ടുണ്ട്. ഇവര് 4 പേരും യുദ്ധത്തിൽ മരണപ്പെട്ടു. ഈ വാർത്ത ആ പെണ്ണിനോട് പറയുമ്പോ ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന മറുപടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്. ആ പെണ്ണ് നൽകുന്ന മറുപടി തിരിച്ചെന്താണെന്നറിയുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനാണെങ്കിൽ മറ്റെല്ലാ ദുരന്തങ്ങളും എനിക്ക് നിസ്സാരമാ. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെയുള്ളതെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരി നൽകുന്ന മറുപടി. മാത്രമല്ല, ഉഹുദിന്റെ രണഭൂമിയില് സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പില് നെഞ്ചു വിരിച്ചു നിന്നില്ലേ തുൽഹ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മീ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സുരക്ഷയ്ക്കായി എന്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം. വലാ തുശ്രിഫു യുസീബുക സഹമും മിൻ സിഹാമിൽ ഖൗമി നഹ്രീദൂന നഹ്രിക. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മുകളിൽ വന്ന് എത്തി നോക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേൽക്കും. താങ്കളുടെ നെഞ്ചിനു മുമ്പിൽ പരിചയം നോണം എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ. തുൽഹ റളിയല്ലാഹു അൻഹുവിന് സഹോദരങ്ങളെ, ആ ഉഹുദ് യുദ്ധത്തിൽ 80ഓളം മുറിവുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? റസൂലുള്ളാഹിന്റെ മുന്നിലങ്ങ് നിന്നു. റസൂലുള്ളാഹിന്റെ ശരീരം ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കളെ ചെയ്ത ഓരോ അമ്പുകളും ചെന്ന് തറച്ചത് തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലാണ്. തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടില്ലേ, ഒന്നാമത്തെ അമ്പ് വന്ന് നെഞ്ച് പടർത്തിയപ്പോ അസഖ്യമായ വേദന കൊണ്ട് താങ്കൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ?
എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നാമത്തെ അമ്പ് വന്ന് എന്റെ നെഞ്ച് തകർത്തപ്പോ വേദന കൊണ്ട് മാറി നിൽക്കാൻ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഞാനെങ്ങാനും മാറി നിന്നാൽ രണ്ടാമത്തെ അമ്പ് വന്ന് തറക്കുക എന്റെ പ്രവാചകന്റെ നെഞ്ചിലാ. അതെനിക്ക് ഇതിനേക്കാൾ വേദനയുള്ള കാര്യമാ അല്ലേ? ഈ വേദനയേക്കാൾ വേദനയാണ് ആ വേദന എനിക്കുണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയാ. സഹോദരങ്ങളെ, സ്വഹാബത്ത് റസൂലുള്ളാഹിനെ അവിടുത്തെ ശരീരത്തെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചിരുന്നു അല്ലേ? നമുക്കൊരിക്കലും ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ ഇനി നമ്മൾ എങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുക? സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങാം. ആ സ്വഹാബത്തിന്റെ ജീവിതത്തില് സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്താ? സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും അവരല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒരു പ്രവർത്തനവും ഒരു വാക്കും ഉച്ചരിച്ചിട്ടില്ല, ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. അതാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഇനി നമുക്ക് പകർത്താനുള്ള പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്. അതാണ് സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി അല്ലാഹയാണ് സത്യം പ്രവാചകരെ, ഞാൻ എന്നേക്കാൾ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മക്കളെക്കാൾ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലായിരിക്കുമ്പോ താങ്കളെ ഓർത്താൽ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. ഉടനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ നോക്കും. അപ്പൊ വല്ലാത്ത സമാധാനമാണ്. എന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെയും താങ്കളുടെയും മരണത്തെ കുറിച്ച് ഓർത്താൽ പ്രവാചകരെ, താങ്കൾ മരിച്ചു കഴിഞ്ഞാലും നബിമാരുടെ കൂടെ ഉയർന്ന പദവിയിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും താങ്കളെ കാണാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകരെ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് തന്റെ മനസ്സിനെ വാദിച്ച ആ വല്ലാത്ത സങ്കടമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുക എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം 69-ാമത്തെ വചനവുമായി കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ആ വചനത്തിലൂടെ പടച്ച റബ്ബ് പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടതായ, ചേർത്ത് വെക്കേണ്ടതായ എല്ലാ നിയമങ്ങളെ കുറിച്ചും നിർദ്ദേശങ്ങളെ കുറിച്ചും മര്യാദകളെ കുറിച്ചും വിധികളും വിലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ പരിപൂർണമായി പടച്ച റബ്ബിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും എത്രത്തോളമെന്ന് ചോദിച്ചാൽ
അതിരാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി സമയത്ത് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ആ ബെഡിലേക്ക് അഭയം പ്രാപിക്കുന്ന സമയം വരെ ജീവിതത്തിൽ ഞാനും നിങ്ങളും എവിടേക്ക് പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളുണ്ട്. റസൂലുള്ളാന്റെ വിധികളും വിലക്കുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകൾ നാളെ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലാണ്. ആരാണ്? പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആളുകള്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഇവരുടെ കൂടെയായിരിക്കും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, സ്വഹാബത്തിന് സന്തോഷമാകുന്നു ഈ ആയത്തിറങ്ങിയപ്പോഴും. കാരണം റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താൻ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് നേരത്തെ പഠിച്ചു. ആ സ്നേഹം എങ്ങനെ എന്നുള്ളത് ഈ ആയത്തിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലേ? വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റബ്ബിനെ സ്നേഹിക്കേണ്ട രൂപം പഠിപ്പിച്ചപ്പോഴും റബ്ബിന്റെ സ്നേഹം ലഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു പഠിപ്പിക്കുമ്പോഴും അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയെ ജനങ്ങളോട് പറ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കണം. അങ്ങനെ വന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്, കരുണാനിധിയുമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യലാണ് പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇവിടെയാണ് ഞാനും നിങ്ങളും റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ തയ്യാറാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ കൽപ്പനകള്, അവിടുത്തെ നിർദ്ദേശങ്ങള് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുക. എന്ത് നഷ്ടപ്പെട്ടാലും ശരി, ഭൗതികമായ ലോകത്ത് ആർക്ക് നമ്മോട് വെറുപ്പുണ്ടായാലും ശരി, എന്തൊക്കെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും ശരി, പ്രവാചകന്റെ വാക്കുകൾക്കപ്പുറത്തേക്ക് പോകാത്ത വിധത്തിലുള്ള ഒരു ജീവിതം. അതല്ലേ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാ അക്രമികളായ ശത്രുക്കള് തന്നെ കൊലപ്പെടുത്താൻ ഇരുമ്പിന്റെ ദണ്ട് അതാ തീക്കുണ്ടാരത്തിൽ വെച്ചുകൊണ്ട് പഴുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പതറുന്നില്ല. ആ ഇരുമ്പിന്റെ ദണ്ട് അതാ ഉയർത്തി തന്റെ ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിയിറക്കാൻ തയ്യാറാകുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പതറുന്നില്ല. അപ്പോഴും അല്ലാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും അങ്ങനെയല്ലേ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം വായിക്കുമ്പോൾ അതല്ലേ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോഴും അതല്ലേ കാണുന്നത്? ശത്രുക്കള് റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ ആവശ്യപ്പെടുന്നു, റസൂലുള്ള പഠിപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ചുട്ടുപഴുത്ത മണലാരണ്യത്തില് മലർത്തി കിടത്തുമ്പോഴും
ശരീരത്തിൽ വലിയ പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് കാലുകളിൽ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലും അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നില്ല. റസൂലുള്ള പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമാകുന്ന ശിർക്കിന്റെ വാക്ക് പറയാനോ അത്തരത്തിലുള്ള വാക്കുകൾ പ്രഖ്യാപിക്കാനോ തയ്യാറാകുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് ഇനി നമുക്ക് കൊണ്ടുവരാനുള്ള പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്. റസൂലുള്ള വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിച്ചില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. റസൂലുള്ള എന്ത് നിങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്ത് നിങ്ങളെ തൊട്ട് വിലക്കിയോ അത് നിങ്ങൾ ഒഴിവാക്കുക. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ലോകാന്ത്യം വരെയുള്ള ജനങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് അത് പഠിപ്പിക്കുന്നു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റബ്ബ് തന്നെയാണ് സത്യം, അവര് വിശ്വാസികളാവുകയില്ല. റസൂലുള്ള ഒരു കാര്യത്തിന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി എന്താണോ അത് മനസ്സിൽ യാതൊരു വെറുപ്പുമില്ലാതെ ആ വിധി കേട്ട് അതിന് അനുസരിച്ച് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് വരെ അവര് വിശ്വാസികളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ള എന്ത് വിധി പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായി പാലിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് പ്രവാചക സ്നേഹികളായി നമ്മൾ മാറുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് സങ്കടകരമെന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണല്ലോ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞതാണ് ബിദ്അത്തായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂലുള്ള വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. മതത്തിലേക്ക് പുതിയ പുതിയ വല്ല കാര്യങ്ങളും കടന്നു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. പുതുതായി കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും അത് വലാലത്താണ്, അത് പിഴച്ചതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതെപ്പോഴാ റസൂലുള്ള പറഞ്ഞത് എന്നറിയുമോ നിങ്ങൾക്ക്? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോ ആ സംസാരം കേട്ടുകൊണ്ട് സ്വഹാബത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ കണ്ണുനീരണിയുമ്പോ അവരുടെ ഹൃദയങ്ങൾ പടപടക്കാൻ തുടങ്ങുന്ന സമയത്ത് പറയുകയാണ്, ഒരാൾ എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അങ്ങയുടെ സംസാരം കേൾക്കുമ്പോ വിട പറയുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ, ഞങ്ങൾക്ക് വല്ല വസിയത്തും നൽകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. പുതിയ പുതിയ കാര്യങ്ങൾ വരും, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ വരും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
സ്വഹാബത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചു. ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബികളെ സാക്ഷി നിർത്തി റസൂലുള്ള പറഞ്ഞ വാക്കുണ്ട്. എന്താണ്? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ പോയിട്ടില്ല. നിങ്ങളെ നരകത്തുനിന്ന് അകറ്റുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ വിരോധിക്കാതെ പോയിട്ടില്ല എന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ സംസാരിക്കുക. അന്ന് റസൂലുള്ള പഠിപ്പിക്കാത്ത, സ്വഹാബത്തിലൂടെ പഠിപ്പിക്കപ്പെടാത്ത എന്ത് പ്രവർത്തനം അത് പിൽക്കാലത്ത് വന്നാലും മതത്തിന്റെ ഭാഗമായി ആടി കടത്തിക്കൂട്ടിയാലും അത് ബിദ്അത്താണ്. അത് ബിദ്അത്തായ പ്രവർത്തനമാണ്. ബിദ്അത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ അതിന്റെ ഹുക്മ്, അതായത് അതിന്റെ വിധി എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് ബിദ്അത്ത് ചെയ്താൽ അവന്റെ തൗബ പോലും ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹ് തടഞ്ഞു വെക്കുമെന്നാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇന്ന് സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്ത ആളുകള് പ്രവാചക സ്നേഹികളല്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാച്ചവര് പ്രവാചക സ്നേഹികളല്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവര് പ്രവാചക സ്നേഹികളല്ല. ഇതില് രണ്ട് കാര്യങ്ങൾ ശരിയാണ്, എക്കാലത്തും പ്രസക്തമാണ്. എന്താ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാ, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയാ. എന്ത്? റസൂലുള്ള അനുവദിച്ചു തന്ന കാര്യങ്ങള് അല്ലേ റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയണം. ഒരിക്കൽ കല്യാണ സദസ്സിലേക്ക് അള്ളാന്റെ റസൂല് കയറി ചെല്ലുന്ന സമയത്ത് ആ കല്യാണ സദസ്സിലുണ്ടായിരുന്ന ചില മക്കള് പാട്ടുകൾ പാടുമ്പോ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ അവര് പാടി ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. നാളെ നടക്കുന്ന കാര്യങ്ങളെ ഇന്ന് അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുവരെ പാടിയ പാട്ടുകളെ റസൂൽ എതിർത്തിട്ടില്ല. നല്ല നല്ല കാര്യങ്ങളായിരുന്നു മക്കള് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറഞ്ഞു, നിർത്ത് മക്കളെ, ഒരിക്കലും ലാ അഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ അദൃശ്യം അറിയാനുള്ള കഴിവ് എനിക്കില്ല മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, റസൂലുള്ളാഹിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയാം നമുക്ക്. എന്നാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം, അതും അനുവദിക്കപ്പെട്ടതാണ്, അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമില് അതിന്റെ പ്രമാണം എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യണം. ഇതൊക്കെ ഇത്ര സംസാരിക്കാനുണ്ടോ, ഇതൊക്കെ ഇത്ര ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ഒരുപക്ഷെ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നവരുണ്ടാവാം. എന്താണ് കാരണമെന്നറിയുമോ? ഇത് ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ടാണ് ആചരിക്കപ്പെടുന്നത്. ഇസ്ലാമിന്റെ ലേബലിലാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് സമൂഹത്തിൽ ഇതിനെ കാണുന്നത് ഇസ്ലാമിലെ ആഘോഷങ്ങളായി പഠിപ്പിക്കപ്പെട്ടത് രണ്ട് ആഘോഷങ്ങളാണ്. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിലെ ആഘോഷങ്ങളെക്കാൾ രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷം എന്നാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ പ്രസവിച്ച രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ള രാവെന്നാ പറയുന്നത്. മാത്രമല്ല, ജന്മദിനം ആഘോഷിക്കുന്ന ഒരാള്
പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വ്യക്തി നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പച്ച മലയാളത്തിൽ എഴുതി വെച്ച വരികളായി തന്നെ കാണുവാൻ സാധിക്കും. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം നടത്തപ്പെടുന്ന ആഘോഷവേളകളിലതാ നേരത്തെ പറഞ്ഞില്ലേ, മദ്ഹ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരില് എന്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ശറഫൽ ലനാ മൗലീദിലെ അശ്റഖാ ബൈത്തിലെ വരികൾ എന്താണ്? അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് പോലും എങ്ങനെയാണ്? അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ചോദിക്കുന്നു. റസൂലുള്ളാഹിനെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമകളാണോ? അല്ലാഹുവിന്റെ അടിമകളല്ലേ? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറാ ഇബ്നു മറിയമ. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പാടിപ്പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പാടിപ്പുകഴ്ത്തല്ല. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞോ അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷമാണ് ഇന്ന് ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇസ്ലാമിലെ പ്രവാചകന്റെ എന്ന് മാത്രമല്ല ഒരാളുടെയും ആഘോഷം, ജന്മദിനം ആഘോഷം നടത്താൻ ഒരു തെളിവുമില്ല. ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. പലപ്പോഴും റസൂലുള്ളാഹിന്റെ ജന്മദിന ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് തന്റെ മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ ആഘോഷങ്ങള് വളരെ ഭംഗിയായി സമൂഹത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പാണ്. റസൂലുള്ളാഹിന്റേത് മാത്രമല്ല ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കാൻ അള്ളാഹുവിന്റെ മതം നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇനി ഇത് മതത്തിന്റെ ഭാഗമായി ആചരിക്കപ്പെടേണ്ട ഒന്നായിരുന്നുവെങ്കിൽ, അഥവാ ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളൊന്നും, ജന്മദിനം ആഘോഷിക്കാത്ത ആളുകള് പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്നാണ് വാദമെങ്കിൽ, ഇതിന്ന് ആരൊക്കെ പുറത്തു പോകേണ്ടി വരും? ആരൊക്കെ പുറത്തു പോകേണ്ടി വരും? ഇപ്പൊ ഇസ്ലാമില് ഖുലഫാഉർ റാഷിദീങ്ങൾ, മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹും, അല്ലേ, ഈ 4 ഖലീഫമാർ 30ഓളം വർഷം ഭരണം നടത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു 2.5 വർഷം ഭരണം നടത്തുന്നുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം. ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം ഭരണം നടത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. അലി റളിയല്ലാഹു അൻഹു 3 വർഷം ഭരണം നടത്തി. ഈ കാലയളവിലൊന്നും ഇവരാരും ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നടത്തിയിട്ടില്ല. ഇവരൊന്നും പ്രവാചക സ്നേഹികളല്ല എന്ന് പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം അവിടുത്തെ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ 48 വർഷം ജീവിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 വർഷം ജീവിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 വർഷം ജീവിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 വർഷം ജീവിച്ചു. സൗദ റളിയല്ലാഹു അൻഹ 13 വർഷം ജീവിച്ചു. പിന്നെയും ഇവരാരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറായിട്ടില്ല. ഇവരൊന്നും പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇസ്ലാമിൽ പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ട ഒന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രവാചകനായി 23 വർഷം ജീവിച്ചപ്പോ അതിൽ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ?
അള്ളാന്റെ റസൂല് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. ഇവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം മതമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആഘോഷമാക്കി തീർക്കാൻ സാധിക്കുക? ഇതാണ് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. ബിദ്അത്തായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കലാണ് പ്രവാചക സ്നേഹം, അത് നിർവഹിക്കലല്ല. അത് ചെയ്യലല്ല പ്രവാചക സ്നേഹം, അത് ഒഴിവാക്കലാണ്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ റബീഉൽ അവ്വൽ മാസം, എന്താണ് ഈ മാസം വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ? റബീഉൽ അവ്വൽ മാസം ഓർക്കേണ്ടത് സത്യത്തിൽ എന്തിനെ കുറിച്ചാ? അതറിയാൻ നമ്മുടെ ഒക്കെ നാടുകളിൽ അറബിയിൽ ഖുത്ബ പറയുന്ന പള്ളികളിലെ ഖുത്ബകൾ, നബാത്തിയ ഖുത്ബകൾ പരിശോധിച്ചാൽ കാര്യം വ്യക്തമാണ്. എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് ആ ഖുത്ബകൾ മുഴുവനും പറയുന്നത്. ഖുത്ബകൾ മുഴുവനും പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചാണ് റബീഉൽ അവ്വലിലെ 4 ഖുത്ബകളും പറയുന്നത്. അതിൽ ഒരു അരവരി പോലും മൗലീദുമായി ബന്ധപ്പെട്ട്, മീലാദുമായി ബന്ധപ്പെട്ട് ഒന്നും പരാമർശിക്കുന്നില്ല. പ്രവാചകന്റെ വഫാത്ത് അതാണ് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് ബാധിച്ചാൽ ഫലിയദ്കുർ മുസീബതഹു ബി, അവൻ എന്റെ മരണത്തെ കുറിച്ച് ഓർത്തുകൊള്ളട്ടെ. ഫഇന്നഹാ അഅ്ലമുൽ മസായിബ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാകുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന്, ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്റെ വഫാത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മദീന മുഴുവനും കരഞ്ഞുപോയ ദിവസമല്ലേ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്? മദീന മുഴുവനും ഇരുട്ടിലായ സമയമാണ്. നോക്കണേ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റബീഉൽ അവ്വലിന്റെ 12 സുബ്ഹിന്റെ സമയത്ത് അതാ തന്റെ റൂമിനെയും പള്ളിയെയും മറക്കുന്ന, വേർതിരിക്കുന്ന ആ വിരിയങ്ങ് നീക്കുമ്പോ സ്വഹാബത്ത് അതാ സുബ്ഹി നമസ്കരിക്കാൻ സൊഫ്ഫാ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുന്നു. റസൂലുള്ളാഹിനെ കണ്ടപ്പോ അതാ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. കയറി നിന്നോ അബൂബക്കറേ, നമസ്കാരം തുടങ്ങിക്കോ. ആ സമയത്തുള്ള പ്രവാചകന്റെ നോട്ടത്തെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞില്ലേ, മുസ്ഹഫിന്റെ ഏടുകൾ തിളങ്ങുന്ന പോലെ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തിളങ്ങുമായിരുന്നു. ഞങ്ങൾക്കത് കണ്ടപ്പോ വല്ലാത്ത ആശ്വാസം തോന്നി. റസൂലുള്ളാഹിന്റെ പ്രയാസമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ആ നോട്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയെന്ന സ്വഹാബത്ത് പറഞ്ഞത്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു തങ്ങളെ അവസാനമായിട്ട് നോക്കിയ നോട്ടമാണ് അതെന്ന് അവരാരും മനസ്സിലാക്കിയിരുന്നില്ല. തന്റെ സ്വഹാബത്തിൽ നിന്ന് വിട പറയുകയാണ്. തനിക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി നിന്ന സ്വഹാബത്തിനെ അവസാനമായി ഒന്ന് നോക്കിയതായിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് അവസാനത്തെ ചിരിയായിരുന്നു. ആ സുബ്ഹിന്റെ സമയം കഴിഞ്ഞ് അന്നിന്റെ ദുഹാ സമയം കടന്നു വരുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയുണ്ട്. ആ സമയത്ത് അതാ പ്രവാചകന്റെ പുന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ കയറി വരുമ്പോ, പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ തഖുലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅല യതഗശ്ശാ. രോഗം കഠിനമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് റബ്ബേ. ഫഖാല ലഹാ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മോളോട് പറയുന്നുണ്ട്, ലൈസ അലാ അബീകി കർബൻ ബഅദൽ യൗം. ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല മോളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അരികിലായി ഉണ്ടായിരുന്ന തോൽപാത്രത്തില് വെള്ളമുണ്ട്, അതിലേക്ക് ഇങ്ങനെ കൈ പ്രവേശിപ്പിച്ച് അതുകൊണ്ട് അവിടുത്തെ ഫയംസഹു ബിഹിമാ വജ്ഹഹു, മുഖമിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ثم نصب يده فجعل يقول. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ഫിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, ഉന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക്, അല്ലാഹുവേ ഉന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ, അതാ ഉയർത്തിയ ആ കരങ്ങളങ്ങ് അതാ ചലനമറ്റ് താഴോട്ട് വീണു പോകുന്നു. ലോകത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്ന ഒരു സമയമായി. ആ സമയം, പൊന്നു സഹോദരങ്ങളെ, ആ ഒരു സമയമാണ് നമ്മുടെ നാടുകളിലും ആർത്തുല്ലസിച്ചുകൊണ്ട് പാട്ടുപാടി റോട്ടിലേക്ക് ഇറങ്ങി ഡാൻസ് കളിച്ചുകൊണ്ട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് ആഘോഷമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന സമയം. ആലോചിക്കണേ നിങ്ങള്, വാപ്പാന്റെ മരണം നമ്മൾ ആഘോഷിക്കുവോ? ഉമ്മാന്റെ മരണം നമ്മൾ ആഘോഷിക്കുവോ? തന്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ മരണം ആഘോഷിക്കുവോ? പുന്നാര മക്കളുടെ മരണം ആഘോഷിക്കുവോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-നാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന കാര്യത്തില് തർക്കമില്ലാതെ പണ്ഡിതന്മാർ ഏകോപിച്ച ഒരു കാര്യമായിരിക്കെ, റസൂലുള്ളാഹിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കെ, നമ്മൾ ആഘോഷമാക്കി തീർക്കുന്നത് എന്താണെന്ന് കേവലം ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിക്കാൻ സാധിക്കുന്നതാ. അതുകൊണ്ട് പ്രവാചക സ്നേഹികൾ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ചോർത്ത് നാളെ തനിക്ക് തന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണം. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ചോർത്ത് വിഷമിക്കുന്ന ആളുകള് റസൂലുള്ളാഹിനെ കൂടുതലായി സ്നേഹിക്കുന്ന ആളുകൾ മാത്രമാണ്. പ്രവാചകനെ ധാരാളമായി എന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവർക്കല്ലേ റസൂലുള്ളാഹിന്റെ വഫാത്തിൽ വിഷമമുണ്ടാവുകയുള്ളൂ. സ്നേഹിക്കാത്തവർക്കെന്ത് പ്രയാസം, സ്നേഹിക്കാത്തവർക്കെന്ത് വിഷമമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട്
നാളെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയുന്ന രൂപത്തിൽ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തണേ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്, അദ്ദേഹം ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് പറയുന്നത്, പ്രിയതമേ, ഒരിക്കലും നീ കരയല്ലേ, ഞാൻ എന്റെ പ്രവാചകനെ കാണാനുള്ള യാത്രയിലേക്ക് പോവുകയാണ്, എന്റെ റസൂലിനെ കാണാൻ പോവുകയാണ്, എന്നെ സന്തോഷത്തോടു കൂടി അയക്കണേ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കും റസൂലുള്ളാഹിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളില് ബർസഖി ലോകത്തേക്ക് ഞാൻ നിങ്ങളും എത്തിച്ചേരുമെങ്കിൽ ബർസഖി ലോകത്ത് റസൂലുള്ളാഹിനെ കാണിച്ചുകൊണ്ട് മലായികത്ത് ചോദിക്കില്ലേ, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങളായ ആളുകള് ഇന്നേവരെ റസൂലുള്ളാഹിനെ കാണാത്തവരാണ്, പക്ഷേ അവരും പറഞ്ഞു പോകുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫഅജബ്നാ വആമന്നാ വത്തബഅനാ. ഇത് ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുമായി കടന്നു വന്ന ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാ. ബിദ്അത്ത് ആഘോഷിച്ചവർക്ക്, ബിദ്അത്തായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഫഅജബ്നാ, ഞങ്ങൾ ഉത്തരം നൽകി, വആമന്നാ, ഞങ്ങൾ ആ പ്രവാചകൻ വിശ്വസിച്ചു, വത്തബഅനാ, ഞങ്ങൾ ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തു. സഹോദരങ്ങളെ, ഇത്തിബാഅ് ചെയ്തു എന്ന് പറയുമ്പോ റസൂലുള്ളാഹി കൊണ്ടുവന്നത് സ്വീകരിക്കുകയും വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാ. അതുകൊണ്ട് ബിദ്അത്തിലൂടെ അതിന് നമ്മൾ എന്ത് ഫ്ലക്സ് വെച്ചിട്ടും കാര്യമില്ല. ഹുബ്ബുർ റസൂൽ എന്ന പേര് വെച്ചിട്ട് എന്ത് ആഘോഷമാക്കി തീർത്തിട്ടും അത് ഹുബ്ബുർ റസൂൽ ആവുകയില്ല. അത് റസൂലുള്ളാഹിനെ നിന്ദിക്കല, പ്രവാചക നിന്ദയാണ്. സമൂഹത്തിന്റെ മുന്നിൽ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്ന് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും റസൂലുള്ള വിലക്കിയ സ്വഹാബത്ത് ഇത്രയേറെ യാതനകളും വേദനകളും സഹിച്ചത് ശിർക്കിന്റെ പേരിലായിരുന്നുവെങ്കിൽ, യുദ്ധങ്ങൾ നടത്തിയത് ശിർക്കിന്റെ പേരിലായിരുന്നുവെങ്കിൽ, ആ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള വരികൾ ചൊല്ലി സമൂഹത്തിലേക്ക് ഇറങ്ങി ദഫ് കളിച്ച് ആഘോഷമാക്കി തീർക്കല് പ്രവാചക നിന്നയല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ അതിന് പറയാനുള്ളത്? അത് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യത്തെയും സമീപിക്കാൻ. പഠിക്കണം നമ്മൾ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതിനെ എതിർക്കുന്നതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കലും നമ്മുടെ കടമയാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി വെറുച്ച അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. അതാണ് പ്രവാചക സ്നേഹം. അനാവശ്യമായ സംസാരങ്ങളെ ഒഴിവാക്കണം, അനാവശ്യമായ പ്രവർത്തനങ്ങളെ ഒഴിവാക്കണം, ഏഷണിയും പരദൂഷണവും മാറ്റിവെക്കണം, ഇസ്ലാമികമായ വേഷം ധരിക്കണം, ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറണം, ഭർത്താവിനോട് കടമകളെ പാലിക്കണം, മക്കളോട് കടമകളെ പാലിക്കണം, മാതാപിതാക്കളുടെ കടമകളെ പാലിക്കണം, അയൽവാസിയുടെ കടമകളെ പാലിക്കണം. ഇതൊക്കെയാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. കേവലം നബിദിന ആഘോഷം മാറ്റിവെച്ച് ബാക്കിയുള്ള എല്ലാ നെറുകേടുകളും ചെയ്യലും പ്രവാചക നിന്ന തന്നെയാണ് എന്നുകൂടി പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചക സ്നേഹികളായി എങ്ങനെ ജീവിക്കാൻ അല്ലാഹു പഠിപ്പിച്ചുവോ ആ രൂപത്തിൽ ജീവിച്ച് നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള തൗഫീഖ് നേടിയെടുക്കാൻ പരിശ്രമിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണത്തിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി
ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിപൂർണ്ണ ശിഫ നൽകണമേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ ഇവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.